അപ്പോൾ ഇതെന്നാന്ന് കണ്ടിട്ട് മനസ്സിലായോ? ഇത് പരിപ്പാട്ടാ. എന്ത് പായസം വെക്കുന്ന പരിപ്പില്ലേ, അപ്പോൾ അതാട്ടാ. അപ്പോൾ ഇതിനെക്കൊണ്ട് ഒരു പ്രഥമൻ വെക്കാമെന്ന് വെച്ച്. അമ്മ ഇവിടുന്ന് കുറേ ദിവസമായി പറയുന്നു പ്രഥമൻ കുടിക്കണേന്. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ അധികം മധുരം ഇടാണ്ട് ഇഷ്ടം. അധികം മധുരം ഇല്ലാണ്ട് എൻ്റെ മോളോടൊന്ന് വെച്ചപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് കുറച്ച് തേങ്ങാപ്പാലും അതെല്ലാം വേണം. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും തുറുമ്പെല്ലാം. അപ്പോൾ ഇതിന് വറുത്തിട്ട് വേണം കഴുകാൻ. നമ്മളെല്ലാം കഴുകിയിട്ടല്ലേ വറുക്കുക. ഇത് പക്ഷേങ്കിൽ ആദ്യം നല്ലോണം വറുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെല്ലം ഉരുക്കാൻ വെച്ചത് മറന്നുപോയി പറയാം. വെല്ലം ഉരുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലോണം ചൂടായി. ഇനി പരിപ്പ് ഇന്നൊത്തിട്ടിട്ടൊന്ന് ചൂടാക്കാം. ഞാനൊരു 1/4 കിലോ പരിപ്പാട്ട എടുത്ത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാക്കുക. അതിനൊരു 3/4 കിലോ വെല്ലം ആട്ടം എടുത്ത്. ഇവിടുന്ന് എൻ്റെ മോളിത് കൈ കാണുന്നില്ലേ, പണിയാക്കും. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കുക, റോസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മളെ വെല്ലം ഉരുകട്ടെ. ഇതൊന്ന് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഈ പാടയെല്ലാം ഇല്ലേ, അതെല്ലാം അങ്ങൊന്ന് മാറ്റിക്കളയണം. അല്ലാണ്ട് എന്നിട്ട് വേണം ഒന്ന് തണിയിട്ട് വേണം അരിച്ച് കളയാൻ. നല്ലോണം ഒരു ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറല്ല, ഒന്ന് നല്ലോണം. ഇതിൽ എണ്ണ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ വെല്ലം ഇങ്ങനെ ഉരുക്കിയിട്ടുണ്ട്. ഇതാ ഇതിങ്ങനെ ചൂടായിക്കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ചെറുപയറിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. ചൂടാക്കുമ്പോൾ നല്ലോണം ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് വേണം നമുക്ക് കഴുകാൻ. ഇവിടുന്ന് എൻ്റെ മോളിതാ എല്ലാം അടിച്ചു പൊട്ടിക്കേണ്ടത് തിരക്കാം. അപ്പോൾ ഒന്ന് നല്ലോണം ചൂടാകട്ടെ കേട്ടോ. അതുവരെ ഞാൻ ഇവിടുന്ന് ചൂടാക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി നല്ലോണം റോസ്റ്റായി. എൻ്റെ മോളിരുന്ന് കരച്ചില്ല. ഇനി ഇതിവിടെ നിർത്തിയ രക്ഷയും. ഇനി ബാക്കി പണി കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിന് നല്ലോണം കുറച്ച് പ്രാവശ്യം കഴുകുക. കഴുകി വെച്ച പരിപ്പില്ലേ, അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ കുക്കറിൽ പരിപ്പിട്ടു. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെല്ലം ഉരുക്കിയിട്ടുണ്ട്. ഇനി ആ മേലത്തെ പാടിയെല്ലാം ഒന്ന് മാറ്റണം. കുറേ വെള്ളത്തിലുള്ള വേസ്റ്റെല്ലാം അടിച്ച് കളഞ്ഞിന്. ഇനി നമുക്ക് ഇത് വേകുന്നവരെ കാത്തു നിൽക്കാം. പരിപ്പ് വേണ്ടേ, അതുവരെ ഒന്ന് കാത്തു നിൽക്കാം. ഒരു 2-3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അതിൽ വെച്ച പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റിയിട്ട് നമുക്ക് നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി നോക്കാമല്ലോ. പാത്രം അടുപ്പത്ത് വെച്ച് ഇനി നമ്മൾ ഉരുക്കി വെച്ച വെള്ളമില്ലേ, അത് അരിപ്പയിലൂട്ടാം. അരിച്ചിട്ട് ഇതിലൊഴിക്കാം. വാവേൻ്റെ ഇടാം. അപ്പോൾ പേനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഉരുക്കിയതില്ലേ, അതൊന്ന് അരിച്ചിട്ടെടുക്കണം. എന്നിട്ട് ഇതിലൊത്ത് ഒഴിക്കുക. എന്നിട്ട് വേണം നമുക്ക് അടുപ്പ് കത്തിക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ അരിപ്പയിൽ അരിച്ച് എന്നിട്ടും ചെറുങ്ങനെ നമ്മൾ നേരത്തെ ഉരുക്കിയതിൻ്റെ ഒത്തുനിന്ന് വേസ്റ്റെല്ലാം കളഞ്ഞതില്ല, പക്ഷെ എന്നിട്ടും കണ്ട വേസ്റ്റ്. അപ്പോൾ വെള്ളം ഇവിടെ ഉരുക്കി പാർന്നിട്ടുണ്ട്.
ഇനി അടുത്തത് പരിപ്പ് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് ഇടാം. വേവിച്ച് വെച്ചിട്ടില്ല, ആ പരിപ്പ് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. വെള്ളം ഉരുക്കിയതിൻ്റെ അകത്ത് ഇതാ പരിപ്പും എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ചൂടാക്കാം. ചൂടാക്കല്ല, നല്ലോണം മിക്സ്. ഞാനിനി അടുപ്പ് കത്തിക്കട്ടെ. മിക്സാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുപ്പ് കത്തിച്ച് നല്ലോണം ഇതിൻ്റെ വെള്ളമെല്ലാം കുറുക്കിയെടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രക്കാരം വെള്ളമെല്ലാം ആവശ്യമുണ്ട്, ഇതിന്ന് കളറെല്ലാം മാറ്റുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇനി പാലെല്ലാം ഒഴിക്കുമ്പോൾ നല്ലോണം കളറേ മാറും. എൻ്റെ മോള് ഇവിടുന്ന് ഭയങ്കര ഒച്ചപ്പാട്, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിനി നല്ലോണം യോജിപ്പിച്ച് നല്ലോണം ഇനി കുറുക്കിയെടുക്കാം. നല്ലോണം കുറുക്കി ഇതിന് ഇതാവില്ലേ, എണ്ണ ഇതാവില്ലേ, നല്ലോണം കുറുക്കിയെടുക്കുക. എന്നിട്ട് കുറുക്കി വരുമ്പോൾ നമുക്കൊരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇതിന് കൈവിടാതെ ഇളക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല കുറുകുന്നവരെ. ഇത് കുറുക്കി വരുന്നത് നല്ലോണം കുറുകണം. നല്ലോണം കുറുകി വറ്റുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി നെയ്യ് ഒഴിക്കുക, ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3-ാം പാലില്ലേ, അതായത് അധികം കട്ടിയൊന്നുമില്ലാത്ത ആ പാല് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കുറുക്കിയെടുക്കുക. ഇത് 3-ാം പാലാണ്. ഈ ഒരു കപ്പിലാട്ടോ ഞാൻ 3-ാം പാൽ എടുത്ത് വെച്ചത്. ഇനി 2-ാം പാലും ഇതേ ഒരു കപ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ പിന്നെ കുറച്ചല്ലേ ഉണ്ടാവും, അപ്പോൾ ഇതിൻ്റെ പകുതിയേ ഉള്ളൂ 1-ാം പാൽ. നല്ലോണം കുറച്ചും കൂടി കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പ്രഥമൻ്റെ കളറായില്ലേ, നോർമൽ പ്രഥമൻ്റെ കളറ്. ഇനി 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിക്കൊന്നുമില്ല, ഇങ്ങനെ ചൂടാക്കുന്നില്ല. അപ്പാട് ജസ്റ്റ് ഒന്ന് ഓഫാക്കുകയുള്ളൂ, അധികം ചൂടാക്കൊന്നുമില്ല. നല്ലോണം ഒന്ന് കുറുകട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിൽ ഒഴിച്ചുകൊണ്ടാണോ ഒന്നും അറിയില്ല, നല്ല മണമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ പരിപ്പ് പ്രഥമൻ വെക്കുന്നത്, എൻ്റെ ഫസ്റ്റ് ടൈം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇഷ്ടമാണ്, പക്ഷെ അധികം മധുരമുള്ളൊന്നും ഇഷ്ടമല്ല. കുറച്ച് മധുരമായിട്ട്, അധികമൊന്നും മധുരമൊന്നും ഇല്ലാണ്ട് ഇഷ്ടമാണ് പ്രഥമൻ കുടിക്കുക. ചില പായസം നല്ല മധുരം, കട്ടി മധുരമായിരിക്കില്ലേ, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഇത് അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാം പറയണ്ട, ബാക്കി കുടിക്കുന്ന ആളല്ലേ പറയണ്ടേ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ആക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ കുറച്ച് സമയം ഇളക്കേണ്ട പരിപാടിയേ ഉള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണ്ടേല്ലേ, ആ ഒരു പ്രോസസ്സേ ഇതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്. ആ ഒരു മെനക്കെട്ട പരിപാടി, തേങ്ങാപ്പാലിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമ്മളൊന്നും ഉണ്ടാക്കാൻ മെനക്കെടാത്ത. അല്ലാണ്ട് നോർമൽ സൂപ്പറായത് ഉണ്ടാക്കുക, വേഗം കഴിയുന്ന പരിപാടി തന്നെ. പിന്നെ ഇപ്പോൾ തേങ്ങാപ്പാലും എല്ലാ പാലും ഇതായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ അങ്ങനെ വാങ്ങാം. തേങ്ങാപ്പാലും പാക്കറ്റായിട്ട് കിട്ടുമല്ലോ. അതൊന്നും ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ. തേങ്ങാപ്പാലോ എന്ത് പാല് വേണ്ടിക്കലും ഇപ്പോൾ പാക്കറ്റായിട്ട് കയ്യിൽ കൊണ്ടുത്തരുന്നില്ല, അതുകൊണ്ട് ആ പ്രശ്നമില്ല.
അപ്പോൾ ഇത് കുറച്ച് സമയം ഇളക്കി. ഇനി രണ്ടാമത്തെ പാൽ അധികമൊന്നുമില്ല, കുറച്ച് മാത്രം, ഫുള്ളായിട്ടൊന്നുമില്ല, പാത്രത്തിൻ്റെ കുറച്ച് മാത്രമേ ഉള്ളൂ. നല്ല മണമുണ്ട് കേട്ടോ. പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കും കൈവേന എടുക്കും. ഈ മൂന്നാം പാല് നല്ലോണം കുറുകി. ഇനി രണ്ടാം പാല് നമുക്ക് ഒഴിക്കാം. രണ്ടാം പാല് അപ്പോൾ മൂന്നാം പാലിനെക്കാട്ടും കുറച്ചും കൂടി കട്ടിയുള്ള പാൽ. ഇപ്പോൾ രണ്ടാം പാലൊഴിച്ച് നല്ല തിള വരുന്നുണ്ട്. ഇനി കുറച്ച് ഒരു ഉപ്പില്ലേ, നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പും കൂടി ഇടാം. ഒരു 2 കട്ട ഞാൻ കല്ലുപ്പാട്ടായിരുന്നു. ഉപ്പിട്ടും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തു. ഇനി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇതിൻ്റെ ഒത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി കൊട്ടി മിക്സ് ചെയ്ത് നല്ല വാസന വരുന്നുണ്ട്. ഇനി ഒന്നാം പാൽ കൂടെ ഒഴിച്ചിട്ട് നേരെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം വറുത്ത് വരാം. പിന്നെ നമ്മൾ ഈ സൈഡിൽ പ്രഥമന് തേങ്ങാക്കൊത്തില്ലാണ്ട് ഒരിതുമില്ല. നല്ല നമ്മൾ പ്രഥമൻ കുടിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചില സ്ഥലത്ത് ഇടുമായിരിക്കും, ചില സ്ഥലത്ത് ഇടില്ല. നമുക്ക് ഇങ്ങോട്ടെല്ലാം നല്ലോണം തേങ്ങാക്കൊത്ത് ഇടും. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇടാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിടണം. ഓക്കെ, അപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിക്കാം. ഇപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നല്ലോണം യോജിപ്പിക്കും. അപ്പോൾ പായസം റെഡിയായി. ഇനി വറുത്തിട്ട് ഇടാം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം നേരിട്ട് വറുക്കാം. അതവിടെ മൂടി വെച്ചു. ഇനി വറുക്കാം. പാൻ അടുപ്പത്ത് വെച്ചു. ഇനി 2 സ്പൂൺ നെയ്യിടാം. തേങ്ങാക്കൊത്ത് മുക്കിയിട്ട് ഈ അണ്ടിപ്പരിപ്പും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇച്ചിരി മുന്തിരിയും കൂടി മുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് പ്രഥമൻ സെറ്റായി. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതേ എടുക്കുന്നുണ്ട്, നല്ല ചൂടല്ലേ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം. എൻ്റെ പൊന്നു അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പ്രഥമൻ വെക്കുന്നു. സൂപ്പർ അടിപൊളി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, സത്യമായിട്ട് സൂപ്പറാണ്. കറക്റ്റ് മധുരം ഇങ്ങനെയല്ലേ വന്നതെന്ന് എനിക്കറിയാം. കറക്റ്റ് മധുരം, കറക്റ്റ്
നെയ്യിൻ്റെ അളവെല്ലാം കറക്റ്റ് നല്ല നമ്മളിപ്പോൾ ഇവിടെ നിന്നെല്ലാം കുടിക്കൂലേ കല്യാണ വീട്ടിൽ നിന്നെല്ലാം അതേ ഒരു ടേസ്റ്റ് സംഭവം കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു സ്പൂണാണ് കുടിച്ചത്. ഞാനിത് കോപ്പയിലെടുക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത സംഭവം അങ്ങനെയല്ല. എനിക്ക് സേമിയ പായസവും പാലടയാണ് ഇഷ്ടം. അപ്പോൾ അത് നമ്മൾ കുടിക്കുമെന്നല്ലാണ്ട് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ഞാൻ എൻ്റെ അത്ര ഗ്യാരണ്ടി പറയുന്നത് കിഡു. ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കുക. കാരണം 250 ഞാൻ അച്ഛൻ വാങ്ങിയത് 250 പരിപ്പാണ്. അപ്പോൾ അത് ഞാൻ ഫുള്ളും എടുത്ത് ആദ്യം നല്ലോണം വറുത്തിട്ട് വേണം കഴുകുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു നിങ്ങൾ ആദ്യം ഞാൻ വെല്ലം ഉരുക്കുന്ന എടുക്കാൻ മറന്നു പോയതാണ്. 3/4 കിലോ വെല്ലം കേട്ടോ ഉരുക്കിയ. അതേ ആവശ്യം വന്നിട്ടുള്ളൂ. അതിന് എക്സ്ട്രാ ഒന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടിന്. അത് നിർബന്ധം കേട്ടോ. എന്നാലേ ബാലൻസ് ആവും ഉപ്പ് അല്ല മധുരം. സൂപ്പർ സംഭവം. ഉറപ്പായി ഉണ്ടാക്കി വെക്കണം. വേറെ ആകെ 2-3 സ്പൂൺ നെയ്യിൻ്റെ ആവശ്യം. വേറൊന്നും വേണ്ടി. നമ്മൾ കുറച്ച് സമയം പിന്നെ തേങ്ങ 2 തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ, 3-ാം പാലും 2-ാം പാലും 1-ാം പാലും. വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കണം എന്നൊന്നും അങ്ങനെ പറയില്ല. പക്ഷെ ഇത് കിഡു സംഭവമാണ്. ഉണ്ടാക്കി നോക്കിയേ പറ്റും. ഓക്കെ.